ഹരിയാനയിലെ വോട്ടർ പട്ടികയിൽ കണ്ടെത്തിയ വൻ ക്രമക്കേടുകളെക്കുറിച്ചുള്ള വളരെ നിർണായകമായ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. സംസ്ഥാനത്തെ 90 നിയമസഭാ മണ്ഡലങ്ങളിലായി ഏകദേശം 29 ലക്ഷത്തോളം വോട്ടർമാർ സംശയാസ്പദമായ പട്ടികയിലാണെന്ന ഞെട്ടിക്കുന്ന കണക്കുകൾ തെരഞ്ഞെടുപ്പ് വിഭാഗം തന്നെ ഇപ്പോൾ പുറത്തുവിടുകയാണ്. പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി നേരത്തെ ഹരിയാനയിൽ 25 ലക്ഷം വോട്ടുകൾ മോഷ്ടിക്കപ്പെട്ടു എന്ന് ആരോപിച്ചപ്പോൾ അതിനെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തള്ളിക്കളഞ്ഞിരുന്നു. എന്നാൽ ഇപ്പോൾ പുറത്തുവരുന്ന ഔദ്യോഗിക വിവരങ്ങൾ പ്രകാരം സംശയാസ്പദമായ വോട്ടർമാരുടെ എണ്ണം രാഹുൽ ഗാന്ധി പറഞ്ഞതിനേക്കാൾ 4 ലക്ഷം അധികമാണ്. അതായത് 29 ലക്ഷത്തോളം വോട്ടർമാരുടെ വിവരങ്ങളിൽ വലിയ പൊരുത്തക്കേടുകൾ ഉണ്ടെന്ന് ഇലക്ഷൻ ഡിപ്പാർട്ട്മെന്റ് ഇപ്പോൾ സമ്മതിച്ചിരിക്കുകയാണ്. ഈ 29 ലക്ഷം വോട്ടർമാരെ കണ്ടെത്തിയ സാഹചര്യം പരിശോധിക്കുമ്പോൾ വലിയ അട്ടിമറിയുടെ സൂചനകളാണ് ലഭിക്കുന്നത്. വോട്ടർ പട്ടികയിൽ പിതാവിന്റെയും മകന്റെയും പേരുകൾ ഒരുപോലെ വരിക, ഒരേ വിലാസത്തിൽ തന്നെ അസ്വാഭാവികമായി വോട്ടർമാരുടെ എണ്ണം കൂടുക തുടങ്ങിയ കാര്യങ്ങളാണ് പ്രധാനമായും ക്രമക്കേടുകളായി ചൂണ്ടിക്കാട്ടപ്പെട്ടിട്ടുള്ളത്. ഹരിയാനയിലെ ആകെയുള്ള വോട്ടർമാരുടെ എണ്ണം ഏകദേശം 2 കോടിയാണ്. ഇതിൽ 29 ലക്ഷം പേർ സംശയാസ്പദമായി വരിക എന്ന് പറഞ്ഞാൽ സംസ്ഥാനത്തെ ഓരോ 8 വോട്ടർമാരിൽ ഒരാൾ വീതം ഈ പട്ടികയിൽ ഉൾപ്പെടാൻ സാധ്യതയുണ്ട് എന്നാണ് ഇതിന്റെ പൊരുൾ. ഈ സാഹചര്യത്തിൽ വോട്ടർമാരുടെ രേഖകൾ ഉറപ്പുവരുത്താനായി BLOമാരെ വീടാന്തരം അയച്ച് പരിശോധന നടത്താൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇപ്പോൾ തീരുമാനിച്ചിരിക്കുകയാണ്. ഹരിയാനയിൽ 6 മാസത്തെ ഇടവേളയിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പും കഴിഞ്ഞതാണ്. ആ സമയത്തൊന്നും ഇല്ലാതിരുന്ന ഈ പരിശോധനകൾ ഇപ്പോൾ എന്തുകൊണ്ട് നടക്കുന്നു എന്ന ചോദ്യമാണ് പ്രതിപക്ഷം ഉയർത്തുന്നത്. രാഹുൽ ഗാന്ധി നവംബറിൽ നടത്തിയ വെളിപ്പെടുത്തലുകൾ പ്രകാരം 5 വ്യത്യസ്ത കാറ്റഗറികളിലായാണ് വോട്ട് മോഷ്ടിക്കൽ നടന്നത്. അതിൽ 5.21 ലക്ഷം ഡ്യൂപ്ലിക്കേറ്റ് വോട്ടർമാരെയും 9.31 ലക്ഷം തെറ്റായ വിലാസമുള്ള വോട്ടർമാരെയും അദ്ദേഹം തെളിവ് സഹിതം ചൂണ്ടിക്കാണിച്ചിരുന്നു. കൂടാതെ 19 ലക്ഷത്തിലധികം പേർ ബൾക്ക് വോട്ടർമാരായും പട്ടികയിലുണ്ടായിരുന്നു. അന്ന് ഈ വിവരങ്ങൾ ഇലക്ഷൻ കമ്മീഷൻ നൽകിയപ്പോൾ അവയെല്ലാം തെറ്റാണെന്നാണ് അധികൃതർ മറുപടി നൽകിയത്. എന്നാൽ ഇപ്പോൾ അതേ പരാതികളിലെ വോട്ടർമാരെ പരിശോധിക്കാൻ BLOമാർക്ക് ഉത്തരവ് നൽകിയത് കമ്മീഷന്റെ മുൻ നിലപാടുകളെ ചോദ്യം ചെയ്യുന്നതാണ്. ഏറ്റവും ഗൗരവകരമായ മറ്റൊരു കണക്ക് സംസ്ഥാനത്തെ 20 നിയമസഭാ മണ്ഡലങ്ങളിലെ വോട്ടർ പട്ടിക പരിശോധിച്ചപ്പോൾ 50% വിവരങ്ങളും പഴയ ലിസ്റ്റുമായി പൊരുത്തപ്പെടുന്നില്ല എന്നതാണ്. ഇതിൽ 16 സീറ്റുകളിലും വിജയിച്ചിരിക്കുന്നത് BJP സ്ഥാനാർത്ഥികളാണ്. ബാക്കിയുള്ള 3 സീറ്റുകൾ കോൺഗ്രസും ഒരെണ്ണം BJP പിന്തുണയുള്ള സ്വതന്ത്രനുമാണ് നേടിയത്. പ്രധാനമായും നഗരപ്രദേശങ്ങളിലെ വോട്ടർ പട്ടികയിലാണ് ഇത്തരത്തിലുള്ള അട്ടിമറികൾ നടന്നിട്ടുള്ളത്. 2002 വോട്ടർ പട്ടികയിലെ അടിസ്ഥാന വിവരങ്ങൾ 2024 ലിസ്റ്റുമായി താരതമ്യം ചെയ്തപ്പോഴാണ് പകുതിയോളം പേരുടെ വിവരങ്ങളിൽ പൊരുത്തക്കേടുകൾ കണ്ടത്. വോട്ടർ പട്ടിക തയ്യാറാക്കുന്നതിൽ വലിയ രീതിയിലുള്ള തിരിമറി നടന്നു എന്ന രാഹുൽ ഗാന്ധിയുടെ ആരോപണത്തിന് പുതിയ കണക്കുകൾ കൂടുതൽ ബലം നൽകുന്നുണ്ട്. ഈ സംഭവത്തിൽ കോൺഗ്രസ് നേതാക്കളായ കുമാരി സെൽജിയും റാവു നരേന്ദ്ര സിംഗും കടുത്ത പ്രതികരണമാണ് നടത്തിയിരിക്കുന്നത്. ഹരിയാനയിലെ ഈ 29 ലക്ഷം വോട്ടർമാരുടെ കണക്ക് ഒട്ടും സാധാരണമായ ഒന്നല്ലെന്നും ജനാധിപത്യ പ്രക്രിയയിലെ സുതാര്യതയെ ഇത് ബാധിച്ചിട്ടുണ്ടെന്നും അവർ പറയുന്നു. 20 മണ്ഡലങ്ങളിൽ പകുതിയോളം വോട്ടർമാരുടെ വിവരങ്ങൾ മാറിയതും അവിടെ BJP വിജയിച്ചതും യാദൃച്ഛികമല്ലെന്നാണ് പ്രതിപക്ഷത്തിന്റെ നിലപാട്. BJP ഭരണകൂടവും തെരഞ്ഞെടുപ്പ് കമ്മീഷനും ചേർന്ന് വോട്ടർ പട്ടികയിൽ നടത്തിയ ഇടപെടലുകൾ കാരണമാണ് ഹരിയാനയിൽ BJPക്ക് ഭരണം നിലനിർത്താൻ കഴിഞ്ഞതെന്നും അവർ ആരോപിക്കുന്നുണ്ട്. ഹരിയാനയിൽ ഈ പരീക്ഷണം വരാനിരിക്കുന്ന കേരളം, പശ്ചിമ ബംഗാൾ, അസം തുടങ്ങിയ സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പുകളിലും ആവർത്തിക്കാൻ സാധ്യതയുണ്ടെന്ന മുന്നറിയിപ്പും ഇതോടൊപ്പം ഉയരുന്നുണ്ട്. EVM മെഷീനുകളിലെ അട്ടിമറിയേക്കാൾ ഗൗരവകരമാണ് വോട്ടർ പട്ടികയിലെ ഈ വോട്ട് മോഷണം എന്നാണ് പ്രതിപക്ഷ നേതാക്കൾ ഇപ്പോൾ വിലയിരുത്തുന്നത്. വോട്ടർ പട്ടികയിലെ വ്യാജന്മാരെ നീക്കം ചെയ്യാനും പട്ടിക ശുദ്ധീകരിക്കാനുമുള്ള പരിശോധനകൾ ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ടെങ്കിലും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഇത് എത്രത്തോളം സ്വാധീനം ചെലുത്തി എന്നത് വലിയ തർക്ക വിഷയമാണ്. പൊരുത്തക്കേടുകൾ നിലനിൽക്കെ തന്നെ അതിലെ കൃത്യത പരിശോധിക്കാതെ തെരഞ്ഞെടുപ്പ് നടത്തിയതിൽ അസ്വാഭാവികത ഉണ്ടായിരുന്നു എന്നത് രാഹുൽ ഗാന്ധി ഉന്നയിച്ച ആരോപണങ്ങൾ ശരിവെക്കുന്നതാണ്. പുറത്തുവന്ന പുതിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലും BJPയും കമ്മീഷനും ചേർന്ന് തെരഞ്ഞെടുപ്പിൽ അട്ടിമറി കാണിച്ചുവെന്ന് വെളിപ്പെട്ടിരിക്കുകയാണ്. വോട്ടർ പട്ടികയിലെ ക്രമക്കേടുകൾ പുറത്തുവരുന്ന മുറയ്ക്ക് പ്രതിഷേധങ്ങളും ശക്തമാകുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഹരിയാനയിൽ ഉപതെരഞ്ഞെടുപ്പിനുള്ള സാധ്യതകളും തള്ളിക്കളയാനാവില്ല. വരും ദിവസങ്ങളിൽ BLOമാരുടെ പരിശോധനാ ഫലങ്ങൾ പുറത്തു വരുന്നതോടെ രാജ്യത്തെ വോട്ടർ പട്ടികയുടെ വിശ്വാസ്യതയെക്കുറിച്ചുള്ള കൂടുതൽ ചർച്ചകൾ ഉണ്ടാകുമെന്ന് ഉറപ്പാണ്.